ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എൻമിറ്റി മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള NRIസിന് 1 കോടിയുടെ വരെ ഇൻഷുറൻസ് നാട്ടിൽ വരാതെ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 35 വയസ്സിൽ താഴെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് മാക്സിമം നമുക്ക് 1 crore വരെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ മെഡിക്കലിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, എന്താണ് ഈ വീഡിയോ മെഡിക്കൽ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? അത് എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്, ഏജൻസും ചോദിക്കാറുണ്ട്. ഏജൻസ് പലരും പറയാറുണ്ട് ഈ VMER എന്ന് പറഞ്ഞാൽ അതെന്താന്ന് എൻ്റെ കസ്റ്റമേഴ്സിനോടൊന്നും അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു VMER ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ NRIസിനാണെങ്കിൽ ഈ ഒരു VMERൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന പോളിസി ആണെങ്കിൽ പോളിസി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഈ വീഡിയോ മെഡിക്കലിന് ഓഫീസിൽ നിന്ന് അയക്കും. ഞാനിപ്പോൾ ആനന്ദ വഴിയാണ് പോളിസി ചെയ്തത്. അപ്പോൾ ആനന്ദ വഴി ഞാൻ ചെയ്താലും VMERന് അയക്കുന്നത് ബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്. VMERന് അയക്കുമ്പോൾ അവരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID നമ്മൾ മെൻഷൻ ചെയ്യണം. ആ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് വാട്സപ്പ് മാത്രമുള്ള നമ്പർ ആയിരിക്കരുത്, അവരെ വിളിച്ചാലും കിട്ടുന്ന നമ്പർ ആയിരിക്കണം നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ VMERന് അയക്കുമ്പോൾ ഈ മൊബൈൽ നമ്പർ, ഇനി വാട്സപ്പ് നമ്പറും വേറെ നമ്പറും ഉണ്ടെങ്കിൽ 2 നമ്പറും നമുക്ക് കൊടുക്കാം. അത് കൊടുത്ത് ഇമെയിൽ IDയും കൊടുത്ത് VMERന് അയക്കും. അതെവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പം ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ആൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇത് അയച്ചു കഴിയുമ്പോൾ അവർ മിക്കവാറും ഇപ്പം എൻ്റെ അയച്ചതിൻ്റെ, അതായത് VMERന് അയച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് എന്നെ വിളിച്ചത്. ഏകദേശം ഒരു രാവിലെ 11:30 ആ സമയത്തൊക്കെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കും നമ്മൾക്ക് എപ്പോഴാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം, അതായത് ഡോക്ടറായിട്ട് വീഡിയോ മെഡിക്കലിന് എപ്പോഴാണ് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം അവർ ചോദിക്കും. അപ്പം നമ്മൾ നമ്മുടെ സമയം പറയുമ്പോൾ, അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാനൊരു 12 o'clock ചോദിച്ചു. അപ്പോൾ അവർ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും. ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നലെ ഓഫീസിൽ പോവാതെ ഇത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴും നോക്കിയിട്ട് പറഞ്ഞു അപ്പോഴും അപ്പോയിൻമെൻറ്റ് ഇല്ല, 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ആ സമയം ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മലയാളത്തിൽ തന്നെ ഡോക്ടർ വേണം എന്നുള്ളത് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മലയാളത്തിൽ വേണം എന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം വേണം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് വീഡിയോ മെഡിക്കലിനും ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒന്ന് കൺഫേം ചെയ്യണമായിരുന്നു, മലയാളം കിട്ടുമോ എന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മലയാളത്തിൽ തന്നെ വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ അവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ സെയിം നമ്പർ തന്നെയായിരുന്നു വാട്സപ്പ് നമ്പറും. അപ്പോൾ അവർ പറഞ്ഞു വാട്സപ്പിൽ ഒരു ലിങ്ക് വരും, ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്ന് പറയും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും എൻ്റെ വാട്സപ്പിൽ അവർ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഐഫോൺ ആണെങ്കിലും രണ്ടിനും ഉള്ള ലിങ്ക് അവർ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ലിങ്ക് നോക്കുമ്പോൾ ചില കസ്റ്റമേഴ്സ് എങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട് ആ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്നാണ് ചിലപ്പോൾ ലിങ്ക് വരുന്നത് എങ്കിൽ നമുക്ക് ആ ലിങ്കിൽ ടച്ച് ചെയ്താലും അതിൽ കയറാൻ പറ്റില്ല. അപ്പം അതിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്നുകിൽ ആ നമ്പർ സേവ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ലിങ്ക് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു നമ്പറിലേക്ക് ആ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ നമുക്ക്, എന്നിട്ട് അവിടെ പോയിട്ട് ആ ലിങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് കയറാൻ പറ്റും. ഇപ്പോൾ എൻ്റെ സാധാരണ ഫോണാണ്, ഐഫോൺ അല്ല. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ ആപ്പിൽ നമ്മൾക്ക്, അപ്പോൾ ഇവർ ഈ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമ്മുടെ പേര്, പോളിസി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ പോളിസി നമ്പർ അല്ല, കാരണം പോളിസി കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇനി റിവൈവലിനാണെങ്കിൽ അവിടെ പോളിസി നമ്പർ ആയിരിക്കാം വരുന്നുണ്ടാവുക. എൻ്റെ പുതിയ പോളിസി ആയതുകൊണ്ട് അവരൊരു നമ്പർ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പർ, അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ, അതും അവർ ആ മെസ്സേജിൻ്റെ കൂടെ തന്നെ അയക്കും.
അപ്പോൾ നമ്മൾ ഈ ആപ്പിൽ കയറുമ്പോഴും ഈ ആപ്പിൽ നമ്മളുടെ ആ പോളിസി നമ്പർ, അതായത് അവർ അയച്ചു തന്ന ആ പോളിസി നമ്പർ, നമ്മുടെ പേര്, മൊബൈൽ നമ്പർ കൊടുക്കണം. പിന്നെ അലോ ചെയ്യണം, അതായത് നമ്മുടെ പിക്ചേഴ്സ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അതിൽ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എഗ്രി ചെയ്യണം. അത് എഗ്രി ചെയ്ത് പോയി കഴിയുമ്പോൾ അവസാനം അതിൽ ജോയിൻ മീറ്റിംഗ് എന്നൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ ജോയിൻ മീറ്റിംഗ് ഞാൻ അതിൽ ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ നമ്മളൊരു വീഡിയോ കോൾ വിളിക്കുവാണെങ്കിൽ നമ്മളെ കാണില്ലേ ആ ഫോണിൽ, അതുപോലെ കാണും. അവിടെ നിന്ന് വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 12:55 ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ വിളിച്ചു, എൻ്റെ അടുത്ത് വിളിച്ചു. അതായത് ഒരു 1 മണിയായിപ്പോൾ, കാരണം 1-നും 2-നും ഇടയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മണിയായപ്പോൾ വിളിച്ചു. ഇപ്പോൾ ഡോക്ടർ അവൈലബിൾ അല്ല, ഡോക്ടർ അവൈലബിൾ ആകുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അതിൽ ഓൺലൈൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, കാരണം ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു, മോനും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോയി. പിന്നെ ഒരു 1:40 ആയപ്പോഴാണ് എന്നെ വിളിച്ചത്. 1:40 ആയപ്പോൾ വിളിച്ചപ്പോഴാണ് ഡോക്ടർ അവൈലബിൾ ആണ്, ഓൺലൈനിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടും എനിക്ക് ഇത് കോളൊന്നും വരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും അതിലേക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഇതുവരെ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ ആപ്പ് മിനിമൈസ് ചെയ്യാനൊന്നും പാടില്ല, അതിൽ ആ ജോയിൻ മീറ്റിംഗ് എന്നുള്ള അതിൽ ടച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് അതിൽ ജോയിൻ മീറ്റിംഗ് ടച്ച് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ, അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ആ ആപ്പിൽ നിന്ന് ഇപ്പോൾ വീഡിയോ കോൾ വരുന്ന പോലെ ഒരു കോൾ വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും വരാതായപ്പോൾ ഞാനപ്പോൾ അതിൽ ജോയിൻ മീറ്റിംഗ് ടച്ച് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ ലൈനിൽ വന്നു. അപ്പോൾ ചോദിച്ചു പേരിൻ്റെതല്ലേ എന്ന് ചോദിച്ചു. അത് മലയാളിയല്ല, അവരെനിക്ക് അതിന് തമിഴാന്ന് തോന്നുന്നു. പക്ഷെ അവർ ഇംഗ്ലീഷും മലയാളവും തമിഴും എല്ലാം കൂട്ടിക്കലർത്തിയാണ്, നമുക്ക് മനസ്സിലാവും, മലയാളത്തിൽ തന്നെ എന്ന് പറയാം ഓൾമോസ്റ്റ് സംസാരിച്ച്. അപ്പം നമ്മളുടെ പേര് ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതായത് കുറേ അസുഖങ്ങൾ അവർ ചോദിക്കും. ഇപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടോ ലിവർ സംബന്ധമായിട്ടോ, പിന്നെ എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടോ, പിന്നെ കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ, പിന്നെ അങ്ങനെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ എല്ലാം ആൻസർ നോ എന്ന് തന്നെയായിരിക്കും. പിന്നെ എല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതൊന്നുമില്ല, മനസ്സിലാവുന്നത് തന്നെയാണ് എല്ലാം, ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. പിന്നെ അവർ അത് കഴിയുമ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഒരു ID പ്രൂഫ്, അവർ ഫോൺ വീഡിയോ കോളിന് മുമ്പ് നമ്മുടെ ഒരു ID പ്രൂഫ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. അതെന്തെങ്കിലും ഇപ്പോൾ ആധാറോ പാൻ കാർഡോ പാസ്പോർട്ടാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടായിരിക്കണം, അതായത് NRIs ആണെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്. എൻ്റെ അടുത്ത് ഞാൻ റെസിഡൻ്റ് ആയതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പാസ്പോർട്ട് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ മെഡിക്കലിന് മുമ്പ് വിളിച്ച ആൾ. അപ്പോൾ ഞാൻ പാസ്പോർട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അവർ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പിന്നെ ഹൈറ്റ് വെയിറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ ഹൈറ്റും വെയിറ്റും തന്നെ ആയിരിക്കണം നമ്മൾ വീഡിയോ മെഡിക്കലിലും പറയുന്നത്, അത് ചോദിക്കും. പിന്നെ നമ്മളുടെ ഈ ID പ്രൂഫ് നമ്മളുടെ അടുത്ത് ഈ ഫോണിൽ തന്നെ, അതായത് ഈ വീഡിയോ മെഡിക്കലിൻ്റെ സമയത്ത് തന്നെ നമുക്കത് ബാക്ക് വീഡിയോയും ഫ്രണ്ട് വീഡിയോയും എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ കോളിൻ്റെ സമയത്ത് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓൺ ആയിരിക്കുക, അത് ബാക്ക് ക്യാമറ ആക്കി നമ്മളുടെ കയ്യിലുള്ള ID പ്രൂഫ് ഒന്ന് അത് നേരെ കാണാവുന്ന രീതിയിൽ വെക്കാൻ പറയും. അവർ ഫോട്ടോ എടുക്കുന്നുണ്ടാവും, അവർ ഫോട്ടോ എടുക്കും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് പറയും നമ്മളുടെ തന്നെ അവർക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോൺ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എങ്കിൽ നമ്മളുടെ ഫുൾ ബോഡി അവർക്ക് ഫോട്ടോ കിട്ടാവുന്ന രീതിയിൽ പിടിക്കണം. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും കൂടി ഉള്ള സമയത്താണെങ്കിലായിരിക്കും അത് ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ട്രൈപോഡിലോ എവിടെയെങ്കിലും ഈ ഫോൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നീങ്ങി നിന്ന് എടുക്കാവുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ ആ സമയത്തായതുകൊണ്ട് ഹസ്ബൻഡ് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് എടുപ്പിച്ചു. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് വരാം. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നമ്മുടെ ഫുൾ കിട്ടണമെങ്കിൽ ചിലപ്പോൾ മുകളിൽ നിന്ന് എടുത്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഫുൾ ബോഡിയുടെ ഫോട്ടോ എടുക്കാനായിട്ട്
അത് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അവരത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കും. അത് കഴിയുന്നതോടുകൂടി ഏകദേശം എനിക്ക് ഒരു 5 മിനിറ്റ് എനിക്ക് ആ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് ഇത് വന്നു. കാരണം ഹസ്ബൻഡ് വേറെ ഫോണിലായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം നമ്മൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് അത് ഫോട്ടോ എടുക്കണമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഫുള്ളായിട്ടുള്ള ഫോട്ടോ വേണം. അപ്പോൾ നമ്മൾ അകന്ന് നിൽക്കണമല്ലോ, നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചാലത് ഇതായിരിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ എനിക്ക് ഈ VMER വന്നത് ഞാൻ ഓൾറെഡി ഒരു ആനന്ദ വഴിയാണ് പോളിസി ചെയ്തത്. ജീവൻ ആനന്ദ് പോളിസി ആയിരുന്നു. അപ്പോൾ അത് 20 lakhs ആണ് ഞാൻ ചെയ്തത്. പക്ഷേ 20 lakhs ആകുമ്പോൾ ജീവൻ ആനന്ദിൽ 125 times കവറേജ് വരുമ്പോൾ അത് 25 lakhs ആവും. അപ്പോൾ ബിലോ 45 ആണെങ്കിൽ 20 lakhs വരെയാണെങ്കിൽ എനിക്ക് VMER ഇല്ലാതെ പോകാം. 25 ആയപ്പോൾ അത് VMER വന്നു. അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. VMER ഇന്നലെ കഴിഞ്ഞു. റിപ്പോർട്ട് ഇന്നിപ്പോൾ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഇനി മൺഡേ ആകുമ്പോഴേക്കും ഓഫീസിൽ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, കൊറോണ വന്ന് പലർക്കും വർക്ക് ഫ്രം ഹോം ആയതുപോലെ തന്നെ നമുക്കാണെങ്കിലും ലോകത്തിൽ എവിടെ ഇരിക്കണവരുടെ വേണമെങ്കിലും പോളിസി നമുക്ക് ചെയ്യാം. പുറത്തുള്ളവരുടെ നമുക്ക് മെയിൽ ഓർഡർ ബിസിനസ് വഴി ചെയ്യാം. നാട്ടിലുള്ളവരുടെ ആണെങ്കിൽ നമുക്ക് ആനന്ദ വഴി ചെയ്യാം. ആനന്ദ വഴി ചെയ്യുമ്പോൾ അതിലൊരു കണ്ടീഷനുള്ളത്, അവരുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊരു OTP ചെല്ലും. ആ OTP നമുക്ക് തരണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോണും ലാപ്പും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റണവരാണ് എന്നുണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ ഇരിക്കണവരുടെ പോളിസിയും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഇതാണ് ഈ VMER. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണം. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇനിയിപ്പോൾ ഈ VMER ഇതല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.